ഇതിൽ ചതിക്കപ്പെട്ട ആളുകളുണ്ട്. അവരുടെ വേദന അവർക്ക് അറിയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വിചാരിച്ചിരുന്നു ഇവള് പെണ്ണ, എനിക്ക് ആരുമില്ല, ഇന്റെ അടുത്തേക്ക് കളിച്ചാൻ വന്ന അവരാ നാറുക എന്നുള്ളത്. അതായിരുന്നു ഇന്നേട്ട് ഇവള് മുട്ടുന്നത് വരെ ഇവളുടെ ധാരണ. അത് തെറ്റിച്ചു കൊടുത്തത് ഞാനാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ അസത്യമുണ്ടോ എന്ന് നിനക്കറിയാം. കാരണം ഇപ്പൊ ഞാൻ അതാകെ കാണിച്ച ആള് നീയാ അല്ലേ? പിന്നെ നിനക്ക് തന്നെ അറിയാം അത് മാത്രമല്ല ഉള്ളതെന്നുള്ളത്. അതുകൊണ്ട് അത് സത്യമല്ല എന്നുള്ളത് തെളിയിക്കാൻ നോക്കുക. അത് ആർക്കും വേണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം, വിത്ത് ചാറ്റ് അടക്കം. അതെന്തായാലും വരും. കാരണം എന്താ പറയുക, അത് ഞാൻ കേസ് കൊടുക്കണ്ട. ഈ വീഡിയോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും അല്ലാതെ കാശ് വാങ്ങിയ ആളുകൾ തന്നെ കേസിന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഷെരീഫ് പറഞ്ഞത് സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഷാഹിദ ഷാജി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് കളിച്ചാൽ ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വിടുകയില്ല, എൻ്റെ ജീവിതം ഇവിടെ തന്നെ തീരുമെന്നൊക്കെ എങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ പല വീഡിയോയിലായിട്ട് കണ്ടതാണ്. അതുപോലെ തന്നെ ഷാഹിദ ഷാജി ആണുങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരാളും തിരിച്ച് ഷാഹിദ ഷാജിയോട് കളിക്കാൻ വേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം കളിച്ചാൽ കളിക്കുന്നവൻ നാറും. അത് തന്നെയാണ് ഷെരീഫ് പറഞ്ഞ ആ കാര്യം ഒരു സത്യസന്ധമാണെന്ന് നമുക്ക് തോന്നുകയാണ്. പക്ഷേ ഷെരീഫ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വീഡിയോയുടെ കാര്യമാണ്. ആ വീഡിയോയിലെ കാര്യങ്ങൾക്ക് നമുക്ക് കടക്കാം. അതിന് മുമ്പേ ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് ഷെയർ കൂടെ ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷെരീഫ് പറയുന്നത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഷെരീഫ് പറയുന്നത് ഷാഹിദ ഷാജിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, അത് 3-4 സെക്കൻഡുള്ള ഒരു പ്രൈവറ്റ് വീഡിയോ ഷാഹിദ ഷാജിക്ക് തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്ത് തന്നെ ഷെരീഫ് പുറത്തുവിടുമെന്നാണ് ഷെരീഫ് പറയുന്നത്. നമുക്ക് ഷെരീഫിന്റെ വാക്കുകളിൽ ആദ്യമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ചെയ്തതും ഇവള് പറഞ്ഞതും തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുമ്പ് ഇന്നോട് ഇവളില്ല പ്രശ്നത്തിന്റെ തൊട്ട് മുമ്പ് ഇവളെന്തായിരുന്നു? ആളിലേക്കതുന്ന തീയായിരുന്നു അല്ലേ? ഇപ്പൊ എന്താ അവളുടെ സ്ഥിതി? അവള് മറ്റേ ഇയാള് പറഞ്ഞ മാതിരി നമ്മളെ തളരൂല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇവല്. പക്ഷെ ഓള് തളർന്നിക്കണോ ഇല്ലെന്നുള്ളത് ഓൾക്ക് ഓളെ പടച്ചോനെ അറിയുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും ഒരു 2-3 സെക്കൻഡുള്ള ഒരു 2 വീഡിയോ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അമ്മായിക്ക് നേരിട്ടിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, അമ്മായി അഭിനയിച്ച പടമല്ലേ. അപ്പൊ അമ്മായിനെ തന്നെ ആദ്യം കാണിക്കാ വെച്ചു. ഫസ്റ്റ് ഷോ അമ്മായിനെ തന്നെ ആണ് കാണിച്ചാ വിചാരിച്ചു. പിന്നെ ഇപ്പൊ ഇത് നേരിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റിയതൊന്നും അല്ല. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇവളോട് സഹതാപം കൊണ്ട് വരുന്ന ഓരോ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആ മരിച്ച മനുഷ്യന് കുടുംബം ഉണ്ടായിരുന്നു, അയാൾക്കുള്ള മക്കളോട് പിന്നെ ഒത്ത് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവള് വിട്ടില്ല. കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഇവളെ ആ ചങ്ങായിനെ ജീവിപ്പിക്കാൻ ഈ ദുനിയാവിൽ വിട്ടില്ല. അതുകൊണ്ട് ഓൻ കയറെടുത്തു, ഓൻ പോയി, ഓനിക്ക് പോയി എന്നല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു കുറവിട്ടോ? അങ്ങനെ പറയുകയാണ്. ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് അതിൻ്റെ ഓണർക്ക്, അതിൽ അഭിനയിച്ച ആൾക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഷെരീഫ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും ഷാഹിദ ഷാജിക്ക് ആ വീഡിയോ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. ഇനി അതുമായി ബന്ധപ്പെട്ട് ഷാഹിദ ഷാജിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയാനുള്ള അവകാശവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവുമല്ല ഷാഹിദ ഷാജിക്കുണ്ട്. ഇനി ആ വീഡിയോ വ്യാജമാണോ, ഇനി അതല്ല ശരിയാണോ, ഒറിജിനലാണോ എന്നെല്ലാം ഉത്തരം പറയേണ്ടത് ഷാഹിദ ഷാജിയാണ്. പക്ഷേ ഇത്തരം വെല്ലുവിളികൾക്കൊന്നിനും തോറ്റു കൊടുക്കുന്ന ഒരാളല്ല നമ്മുടെ ഷാഹിദ ഷാജി. തീർച്ചയായിട്ടും അടുത്ത ലൈവിൽ അതിനുമായുള്ള ഉത്തരവുമായി ഷാഹിദ ഷാജി 100% വരിക തന്നെ ചെയ്യും. ഇത്തരം കാര്യങ്ങളിൽ ഷെരീഫ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഷെരീഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടുന്നൊന്നും അവസാനിക്കുന്ന ഒരു കോലത്തിലല്ല. കാരണം ഷെരീഫിൻ്റെ വീഡിയോവുമായി ബന്ധപ്പെട്ട് അവിടെ വീട്ടിൽ പോയതുമായി കച്ചറയായി, അതിനുശേഷം ഷെരീഫ് കേസുമായി പോയി, അതിനുശേഷം നമ്മുടെ കൈസ് കേസുമായി പോയി. ഒരുപാട് പേർ ഇപ്പോൾ കേസുമായി ഷാഹിദ ഷാജിയുടെ പുറകിലായി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോട്ടെ. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒറിജിനാലിറ്റി അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ഷാഹിദ ഷാജി പറയുന്നിടത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, എന്താണ് സംഭവിച്ചത്, ആരെന്നാണ് വീഡിയോ കിട്ടിയത് എന്നൊക്കെ ഷെരീഫ് തന്നെ പറയുന്നുണ്ട്. നമുക്കത് വീഡിയോ കേൾക്കാം. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ തെളിവും ഇങ്ങോട്ട് വരാണ്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഫേക്കായി പോവും. അപ്പോ പിന്നെ ഇപ്പൊ എത്രയാണെങ്കിലും എയും ഒറിജിനലും കണ്ടറിയുന്ന ആളുകൾ തന്നെയല്ലേ നിങ്ങള്. അല്ലെങ്കിൽ അവള് തെളിയിച്ചോട്ടെ, അവൾക്ക് കോടതിയിൽ പോകാം, കേസ് കൊടുക്കുക, ഒക്കെ ചെയ്യാം. പിന്നെ ഇനിയിപ്പോ 2-3 ആളുകൾ പുതിയത് വരുന്നുണ്ട്. ഈ പറ്റിക്കപ്പെട്ട ആളുകളില്ലേ, ആ ആളുകൾ ഇന്നെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഓരോരുത്തരും ഇപ്പോഴാണ് കുടുങ്ങിയ ആളുകളൊക്കെ എന്നെ വിളിക്കുന്നത്. ഇജ് മുത്താണ്, ഇജ് കറലാണ്, അന്നെ പോലത്തെ ഒരാളുണ്ടെങ്കിൽ ഞാൻ നിന്ന് തരും, എന്റെ മാനം പോയാലും വേണ്ടില്ല, ഇനി ഞാൻ എന്തായാലും ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസുകളും എനിക്ക് തന്നിട്ടുണ്ട്. പല മെസ്സേജ് ഉണ്ട്, ഡേറ്റ്, ടൈം, സ്ക്രീൻഷോട്ട്, വോയിസ് ഒക്കെ ഉണ്ട്. അപ്പോ ഓള് തെളിയിക്കട്ടെ ഞാൻ പറയുന്നത് നുണയാണോ
അല്ലയോ എന്നുള്ളത്. പിന്നെ ഓള് മരിക്കാതിരിക്കുക അത് ഓളെ ഇഷ്ടം. നമ്മളാരുന്നേലും കൊല്ലുമ്പോഴേ കൊലയാളിയാകുള്ളൂ അല്ലെ. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മരിക്കുക, അല്ലാതെ വേറെ ഒരു നിർവ്വാഹമില്ല. പിന്നെ ഇവളിപ്പോ ഈ മരിക്കേണ്ടതും മാപ്പ് പറയേണ്ട കഥ ഇപ്പളാ പോകുന്നത്. എന്തുകൊണ്ടറിയോ? ലോക്ക് ശരിക്ക് വീണു എന്ന് ഉറപ്പ് വരുത്തിയോണ്ട്. അല്ലെങ്കിൽ ഇവളീ മാപ്പ് പറയണു. ഓളെ സ്വന്തം മാപ്പിളായ ഒരാണിന് എന്നല്ല, അള്ളാടെ ദുനിയാവിൽ ഒരാണിനും ഓള് തോറ്റു കൊടുക്കൂല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് മറ്റേ ചാനൽ തുടങ്ങിയ ആളാ. ഇപ്പോൾ ഷെരീഫ് പറയുകയാണ്, ഒരുപാട് തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ പെടും, അല്ലെങ്കിൽ അത് ഫേക്കാണെന്ന് വരും, അല്ലെങ്കിൽ ഷാഹിദ ചിലപ്പോൾ കേസും കൂട്ടവുമായിട്ടെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സത്യമെന്ന് തിരിച്ചറിയുന്നത് വരെ, അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ 100% രേഖകൾ തൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഷെരീഫ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇപ്പോൾ ഷാഹിദ ഷാജിക്ക് ഷെരീഫ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചാറ്റിങ്ങും അതുപോലെ തന്നെ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട വോയിസ് മെസ്സേജുകളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഭദ്രമായി എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഷാഹിദ ഷാജിയുമായി ബന്ധപ്പെട്ട പണ ഇടപാടുകളുടെ സ്ക്രീൻഷോട്ടുകളടക്കം ഗൂഗിൾ പേ അടക്കം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് അയച്ചു കൊടുത്ത ആൾ തന്നെ നിയമപരമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇവയെല്ലാം. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ എന്തോ ചില പണ ഇടപാടുകളെല്ലാം ഷാഹിദ ഷാജിയുമായി നടത്തിയതിന് ശേഷം ഇപ്പോൾ ഇത് പുറത്തു പറയാൻ വേണ്ടി തയ്യാറായിട്ട് ഷെരീഫിനെ സമീപിച്ചിരിക്കുന്നു എന്നാണ് ഷെരീഫ് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകം അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മുത്താണ്, നിങ്ങൾ കരളാണ് എന്നെല്ലാം അവർ തന്നെ ഷെരീഫിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാം ഇതിനു മുന്നേ എന്തോ ചില ഇടപാടുകളിൽ പെട്ടുപോയതുപോലെയാണ് ഷെരീഫിൻ്റെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ ഷെരീഫ് പറയുന്ന ഇത്തരം കാര്യങ്ങൾ നിയമപരമായിട്ടോ ശരിയുമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷാഹിദ ഷാജിയുടെ കയ്യിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർ നിയമപരമായിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി തീർച്ചയായിട്ടും അതൊരു പരാതി കൊടുക്കുന്ന പക്ഷത്ത് തീർച്ചയായിട്ടും അവർ ഷെരീഫ് എന്ന് പറയുന്ന ആളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അതിൻ്റെ തെളിവ് ശേഖരിക്കുന്നതായിരിക്കും. ആ സമയത്ത് അദ്ദേഹം തെളിവ് കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ഒറിജിനാലിറ്റി തെളിയിക്കപ്പെടുകയും സത്യസന്ധമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെ വേണം. കാരണം അതൊരു സ്ത്രീയാണ്, അവർ 5 കുട്ടികളുടെ ഒരു ഉമ്മയാണ് എന്നുള്ള എല്ലാ പരിഗണനയും നിയമത്തിൻ്റെ കണ്ണിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി അത്തരം തെറ്റുകൾ ഒറിജിനാലിറ്റി 100% പറയുന്നവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞ് ആ തെളിവുകളെല്ലാം പുറത്തേക്ക് വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇത്തരം ഇടപാടുമായി ബന്ധപ്പെട്ട ആൾ കേസിന് പോവുകയാണ് എന്നുള്ളതാണ് ഷെരീഫ് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരം ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെരീഫ് അത് പുറത്തു വിടുകയും അതുപോലെ തന്നെ ഇത്തരം സബ്സ്ക്രൈബേഴ്സിന് അത് കാണിച്ചു കൊടുക്കുകയും വേണം. കാരണം ഇത്തരം കാലം നമ്മൾ ഷാഹിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്, അവരൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, അതുപോലെ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരു ലേഡിയാണ്. തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ എന്തെങ്കിലും തെളിവുകളോ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല, തീർച്ചയായിട്ടും അത് പുറത്തു വിടുക തന്നെ വേണം. പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് യൂട്യൂബിലിടാനൊന്നും പറ്റാത്ത ഒരു ക്വാളിറ്റിയുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെയാണ് ആദ്യം അതിൽ അഭിനയിച്ച ആൾക്കാർക്ക് തന്നെ ഇത് വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം തന്നെ ഒരു ക്ലൂ നമുക്ക് തരുന്നുണ്ട്. ബാക്കി എന്താണെന്ന് നമ്മളോട് ഊഹിച്ചു കൊള്ളാനാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം. വരും ദിവസങ്ങളിലെങ്കിലും അദ്ദേഹം ആ തെളിവുകൾ പുറത്തുവിടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത്തരം തെളിവുകൾക്കായി നമ്മളും കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷെരീഫ് പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ സത്യസന്ധമായ ചില കാര്യങ്ങളുണ്ട്. കാരണം പണ്ടത്തെ പോലത്തെ ഷാഹിദ ഷാജിയെ നമുക്ക് ഇപ്പോൾ ലൈവിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരുപാട് നന്മയുള്ള അല്ലെങ്കിൽ ഒരുപാട് മാറിയിരിക്കുന്നു ഷാഹിദ ഷാജി. അതിനെ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ലൈവുകളെല്ലാം എടുത്തു നോക്കിയാൽ ചെറിയ വിഷയമെല്ലാം നിർത്തിയിട്ടുണ്ട്. വളരെ മാന്യമായ രീതിയിലാണ് ഇപ്പോൾ ലൈവുകളെല്ലാമായി മുന്നോട്ട് പോകുന്നത്. അത്തരം യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവർക്കും ഒരു മാതൃക എന്ന രീതിയിലാണ് ഇപ്പോൾ ലൈവുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആവശ്യവും, അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതും. അത് നല്ലൊരു ക്വാളിറ്റിയായി ഞാൻ കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ ഉമ്മയോട് ഷാഹിദ ഷാജി മാപ്പ് പറഞ്ഞ കാര്യം അത് ഒരു റീച്ചിന് വേണ്ടിയുള്ള വർത്തമാനമാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. സ്വന്തം ഉമ്മയോട് തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് മാപ്പ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉമ്മ പുറത്തു കൊടുക്കുകയും അതുപോലെ തന്നെ മാപ്പ് കൊടുക്കുകയും ചെയ്താൽ തീരുന്നൊരു പ്രശ്നം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഷെരീഫ് പറയുന്നതോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.